ഹായ്. എമ്പുരാൻ എമ്പുരാൻ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ല വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല ദ ബെസ്റ്റ് മൂവി എവർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ സിനിമ കൊണ്ടുപോകുന്നത് ആ പൃഥ്വിരാജിന്റെ ആ ഒരു കോൺഫിഡൻസ്, അതായത് ഓരോ സമയത്തും ഓരോ ഇന്റർവ്യൂവിലും വന്നിട്ടും അതായത് ഓരോ പ്രസ് കോൺഫിഡൻസിലും വന്നിട്ട് പൃഥ്വിരാജ് പറയുന്ന ആ ഓരോ വാക്കിലെ കോൺഫിഡൻസും നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണാൻ പറ്റും. എത്ര ഹൈപ്പ് കൊടുത്താലും ഒരിക്കലും ഡൗൺ ആവാത്ത രീതിയിലാണ് ഈ സിനിമയിലെ മേക്കിംഗ് പൃഥ്വിരാജ് എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം ഓരോ സീൻ കഴിയുന്നതിനനുസരിച്ചും നമ്മളെല്ലാവരും മനസ്സിൽ ഒരു വൗ ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഡയറക്ഷൻ്റെ ഒരു കഴിവാണ്. കാരണം ഡയറക്ഷൻ എന്താണ് ഡയറക്ഷൻ ഇത്ര പ്രത്യേകത ഉള്ളതെന്ന് കാണണമെങ്കിൽ ആ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ഇതുവരെ ഇല്ലേ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് വാട്ട് ഈസ് ഡയറക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. പിന്നീട് ഈ സിനിമയുടെ സ്റ്റോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മാസീവ് ആയിട്ടുള്ള പ്ലോട്ടാണ് ഈ സിനിമയ്ക്കുള്ളത്. കാരണം ഒരു ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു കോൺസെപ്റ്റ് ആണ് ഉള്ളത്. ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു ഒരിക്കലും പറഞ്ഞാൽ അവസാനിക്കാത്ത തരത്തിൽ ഒരു വലിയ കോൺസെപ്റ്റാണ് ഈ ഇലുമിനാറ്റി എന്ന് പറയുന്നത്. സോ അതിനെ ഒരു കേരളത്തിൽ ഒരു സ്റ്റേറ്റുമായിട്ട് ബ്ലെൻഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ ഈ സിനിമയിൽ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നീറ്റായിട്ട് അന്ന് അത്രക്കും മാസോടെ, അതായത് ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കൂല. ഒരു സെക്കൻഡ് പോലും ബോറടിക്കാത്ത രീതിയിലാണ് അതിൻ്റെ ഡയറക്ഷൻ വീഴുമ്പോൾ. അത് മാത്രമല്ല ആ പ്രൊഡക്ഷൻ സെറ്റ് ഇട്ടതും നമുക്ക് എങ്ങനെ ഇത് എടുത്തു, എന്തൊരു എഫേർട്ട് എടുത്തു എന്നുള്ളത് നമുക്ക് ഓരോ സീനിൽ ആ ഒരു എഫേർട്ട് കാണാൻ പറ്റും. നമുക്ക് ആന്റണി പെരുമാർ എത്രത്തോളം പൈസ മുടക്കിയെന്നുള്ളത് നമുക്ക് ഓരോ സീനിലും അയ്യോ ഇത്ര പൈസ മുടക്കിയിട്ടുണ്ടാവുമല്ലോ എന്നില്ല ആ ഒരു വിഷമടക്കം നമുക്ക് ആ സിനിമ കാണുമ്പോൾ വരും. കാരണം അത്രക്കും അടിപൊളിയായിട്ടാണ് ആ ഒരു സിനിമയുടെ പ്ലോട്ട് എടുത്തിട്ടുള്ളത്. അത് സിനിമ കണ്ട ഓരോ വ്യക്തിക്കും അറിയാം. പൃഥ്വിരാജ് പറയുന്ന ഒരാൾ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സ്റ്റാമ്പ് അടിച്ച് വെച്ചിട്ടാണുള്ളത്. കാരണം ദിസ് ഈസ് മൈ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ അപ്പുറത്തേക്ക് എടുത്ത് കാണിക്കും, ഒരു സ്റ്റാമ്പാണില്ലത്. കാരണം ഇതിനപ്പുറത്തോട്ട് ഒരു ഒരു ഡയറക്ടറെ സംബന്ധിച്ച് എടുക്കൽ വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ് ഇതിന്. കാരണം ഒന്നാമത് ഇത്ര വലിയ കോസ്റ്റ് ആരും, അതായത് ഇതുപോലെ വിശ്വസിക്കാൻ പറ്റിയ ഒരു ഡയറക്ടർ വേണം, അതുപോലെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരും വേണം. സോ ഇതെന്ന് പറയുന്നത് മലയാള സിനിമയിലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്താ പറയുക, ഇത് മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയില്ലേ, നമുക്ക് അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമേനെ പറയാൻ പറ്റും, ഈ എമ്പുരാൻ മൂവിനെ പറയാൻ പറ്റും. പിന്നീട് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കൂടുതലും കൊണ്ടുപോകുന്നത് ഒരിക്കലും ലാലേട്ടൻ മാത്രമല്ല, അതൊരു വലിയ മാസീവ് ആയിട്ടുള്ള ഒരു താര നിര തന്നെ ഈ സിനിമയിലുണ്ട്. അപ്പം അതിൽ ഓരോ വ്യക്തിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഒരിക്കലും പല ആൾക്കാർ ഇപ്പം നെഗറ്റീവ് പറയുന്നുണ്ട്. കുറേ ആളെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലാലേട്ടൻ മുണ്ട് മടക്കുന്നത് കണ്ടാലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. എന്നാൽ മാത്രമേ ലാലേട്ടൻ്റെ സിനിമകളൊക്കെ അംഗീകരിക്കൂ. മുണ്ട് കൊടുത്തിട്ട് മുണ്ട് മടക്കി എന്താ മുന്നി എന്ന് ചോദിച്ചാൽ മാത്രമേ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലോട്ടാണ് പല ആൾക്കാരും അതിനെ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇത് വെച്ചാൽ ഒരു അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സിനിമ ആസ്വാദകർ എന്ന രീതിയിൽ നമ്മൾ അതിനെ അത് അനുവദിക്കേണ്ടത്. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ എന്താ പറയുക, ലാലേട്ടന് ആകെ 40 സെക്കൻഡ് കൊടുത്തുള്ളൂ, ആകെ 4 ഡയലോഗേ ഉള്ളൂ. ഇലുമിനാറ്റി എന്ന് പറയുന്ന അത്ര വലിയ കോൺസെപ്റ്റിൽ വളരെ ചില സമയങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അംഗമാണ്. അതായത് അധികം സോഷ്യലായിട്ട് ആക്റ്റീവ് ആവാത്ത, അതായത് സോഷ്യലൈസിങ് അധികം ഇല്ലാത്ത, ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഇലുമിനാറ്റി കോൺസെപ്റ്റിൽ എമ്പുരാനെ വെച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തരത്തിലായിരിക്കും ലാലേട്ടൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അല്ലാതെ ലാലേട്ടൻ മുണ്ടെടുത്താൽ മാത്രമേ നമ്മൾ കൈയടിക്കൂ, സപ്പോർട്ട് ചെയ്യൂ. പാന്റ് ഷർട്ട് ഇട്ടേ മോഹൻലാലിനെ സമ്മതിക്കില്ല, ലാലേട്ടനെ പറ്റൂല. ഒരിക്കലും ഒരു ലാലേട്ടൻ ഓൺലി പടമല്ല ഇത്. സിനിമ കണ്ടവർക്ക് അറിയാം, ഒരിക്കലും സ്പോയിലർ പറയുന്നില്ല. സെക്കൻഡ് ഹാഫിലൊക്കെ പറയുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രക്കും ഗംഭീരമായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനും അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിലായാലും മാത്രം സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടില്ല ലാലേട്ടൻ്റെ പെർഫോമൻസ്. പിന്നീട് സിനിമ കണ്ടവർക്ക് അറിയാം, ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. അപ്പോൾ പല സീനുകൾ, അതായത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളെ, അതായത് ഓരോ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയായാലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. അതായത് അത്രയ്ക്ക് യുണീക്ക് സ്റ്റൈലിൽ, അത്രയ്ക്കും ഡയറക്ഷൻ്റെ, ഒരിക്കലും ഈ സിനിമ എപ്പോഴും പറഞ്ഞാലും തീരാത്ത രീതിയിലാണ് ഡയറക്ഷനെ പറ്റി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നീട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇവർ കൂടുതൽ ഫൈറ്റ് സീനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ലൈക്ക് ബോളിവുഡ് സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ലൈക്ക് കുറേ ആർമി ഫീൽഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതി ഓക്കെ. പക്ഷേ ഒരു ലാലേട്ടൻ്റെ അടുത്തോട്ട് വരുമ്പം സെക്കൻഡ് ഹാഫിൽ കുറേ സീനുകളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ പാടില്ല, കുറേ അത് ട്രെയിലറിലുള്ള സീനൊക്കെ തന്നെ, ട്രെയിലറിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ഓക്കെ, അപ്പം ദാറ്റ്സ് നോട്ട് എ സ്പോയിലർ. അപ്പം ട്രെയിലറിൽ ഫൈറ്റ് സീൻ ഉണ്ട്. അപ്പം കണ്ടവർക്ക് തിരിയും അത് ലാലേട്ടൻ്റെ ആ ഒരു
പ്രസൻസും ഉണ്ട്. അതായത് ആ ഫിഗർ കൊണ്ട് മാത്രമാണ് ആ ഒരു സീൻ അടിപൊളിയായത്. പക്ഷേ എന്തുകൊണ്ടോ ഒരു ഒരു ഫൈറ്റ് മാസ്റ്ററെ വെച്ചിട്ട് ചെയ്യാനോ, അതായത് ഫൈറ്റ് മാസ്റ്റർ വെച്ചിട്ട് കുറച്ചും ടെക്നിക്കൽ രീതിയിലില്ലേ കുറെ ഫൈറ്റ് സീനൊന്നും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. സെക്കൻഡ് ഹാഫ് അവസാനത്തോട്ട് വരുമ്പോൾ സ്ക്രിപ്റ്റിന് എന്തോ ഒരു എന്താ പറയുക, ഒരു വൈബ്രേഷൻ പോലെ. ലൈക്ക് അവസാനത്തിലോട്ട് എത്തുന്നതിന് മുന്നിൽ ആ ഒരു മിഡിൽ പോർഷനിൽ ചില ഫൈറ്റ് സീനൊക്കെ കാണുമ്പോൾ അത് എന്താ പറയുക, ഒരു തെലുങ്ക് സിനിമ സ്റ്റൈലില്ലേ, ആ ഇൻഡസ്ട്രിയിലൊക്കെ ഇല്ലേ എന്താ പറയാ, ഒരു സ്ഥിരം കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എറിഞ്ഞു കളിക്കുന്ന അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ അഭിപ്രായമാണ്. ലൈക്ക് ചില സീന് ആ ഒരു സീൻ കുറച്ചുകൂടെ മാസാക്കാമായിരുന്നു. പക്ഷെ അതൊരു മാസാക്കാതെ ഒരു ടിപ്പിക്കൽ സ്റ്റൈലില്. കാരണം എബ്രഹാം ഖുറേഷി എന്ന് പറയുന്നത് ഇലുമിനാറ്റിയിലെ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ ആണ് എന്ന രീതിയിലാണ് ആ സിനിമയുള്ളത്. അപ്പം അത് ട്രെയിലറിലൊക്കെ ഉണ്ട്, എല്ലാവർക്കും സിനിമ കാണുന്നവർക്കൊക്കെ അറിയാം. സോ അങ്ങനെയുള്ള ഒരു വ്യക്തിനെ ആ ഒരു ഫൈറ്റ് സീനിലോട്ട് ഇൻവോൾവ് ചെയ്തിട്ട് അത്ര രീതിയിൽ ചെയ്യേണ്ടായിരുന്നു. അതൊരു ലൈക്ക് എന്തോ ആ ഒരു സിനിമേനെ എന്തോ ഒരു ഇതാക്കിയ പോലെ തോന്നി ആ സെക്കൻഡ് ഹാഫ് അവസാനം തൊട്ടുണ്ടോ. പക്ഷെ അവസാനം ആ ഏറ്റവും ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഒരു കാണി എന്നുള്ള രീതിയിൽ വളരെ റോമാൻസിഫിക്കേഷൻ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പം സെക്കൻഡ് ഹാഫിന് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും മസ്റ്റ് വാച്ച് ആയിട്ട് തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. പല ബാക്ക്ഗ്രൗണ്ട് ബീജത്തിന് എടുത്ത് പറയേണ്ടതാണ്, ഒന്നും പറയാനില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് ബീജം സ്റ്റാർട്ടിങ് മുതൽ എമ്പുരാ ആ സാധനത്തിലേക്ക് ആ തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോഴേ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ രോവേരിച്ചേക്കും. പിന്നീട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഒരു ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്ന രീതിയിൽ പോകാൻ പാടില്ല. അതായത് ഈ സിനിമ തുടങ്ങുമ്പോൾ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണ്ടേ, കുറ്റം എന്തെങ്കിലും. കാരണം ഒരു വളരെ നല്ലൊരു സിനിമ അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വളരെ നല്ലൊരു ആർട്ടിന് അത് കണ്ടിട്ട് അതിൽ ചില അഭിപ്രായങ്ങൾ പറയുന്നത് ഓക്കെ. പക്ഷെ ഇതല്ലാതെ ഇത് നേരത്തെ ഓക്കെ ഇതും റിവ്യൂ ആണ്, പക്ഷെ എന്നാലും കുറെ ഫേമസ് ആയിട്ടുള്ള കുറെ റിവ്യൂസ് ഇറ്റ് ഈസ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മി അങ്ങ് ആവറേജ് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ലേ ഇഷ്ടപ്പെട്ടതാണോ ഒരു അഭിപ്രായ വ്യത്യാസം. ലൈക്ക് ആ ഒരു സാധനത്തിന് ആവശ്യമില്ല. നല്ലതെന്ന് തന്നെ പറയാനുള്ളൊരു ഇത് വേണം. കാരണം കുറച്ച് റിവ്യൂസ് അവരുടെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പൊ നമ്മ അത് അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. ഇതല്ലാതെ 2-3 കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വെച്ച് ആവറേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത് ആവറേജ് ആണ് പോരാ. പിന്നെ കുറെ കമന്റ് ഇടുന്നവരൊക്കെ വന്നിട്ട് ഇതില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് പടം സിനിമ കാണാത്തവരായിരിക്കും ആവറേജ് പറഞ്ഞിടുന്നത്. അപ്പം ഒരു നല്ലൊരു ആർട്ടിനെ എന്താണ് ഇവർ ആവറേജ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കണ്ടിട്ടാണ് ഇവർ ആവറേജ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മൂവി. നിർബന്ധമായിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയിലാണ് ഒന്നാണ്. ഒരിക്കൽ കണ്ടാലും ഈ സിനിമ മടുക്കൂല. ഒരു 5-6 ഇരുന്ന് കാണും. ഒരു സിനിമ പ്രേമിക്കാണെങ്കിലും 5-6 കാണും. കാരണം അത്രക്ക് അടിപൊളി സിനിമ. അപ്പം എല്ലാവരും സിനിമയുടെ അഭിപ്രായം പറയാം. മേ ബി ഇത് കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ടാകും. കാരണം അത്രക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്നത്. അത്രക്കും ആ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ആ എഫേർട്ടിനെ നമ്മളെ ഒരു മലയാളത്തിലൊരു സിനിമ മലയാളം ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമ്മൾ ആ എഫേർട്ടിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു മാനസിക പരിഗണനയൊന്നും കൂട്ടണ്ട സിനിമയുടെ കാര്യത്തിലൊക്കെ. പക്ഷേ ഒരു ആർട്ടിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭയങ്കര ഡെപ്ത് ഉണ്ട്. അപ്പം എല്ലാവരും പോയി വാച്ച് ചെയ്യുക. അപ്പം 2 മാസത്തേക്ക് എന്തായാലും തിയേറ്ററിൽ ഉണ്ടാവും. എല്ലാവരും പോയി സിനിമ കാണുക.